വല്യങ്ങണ്ണന് സിന്ദാബാദ് വല്യങ്ങണ്ണേ മൂരാച്ചി വല്യങ്ങണ്ണേ മൂരാച്ചി തമ്പി അണ്ണനെ കണ്ടുപിടിക്കൂ വല്യങ്ങണ്ണ കുറച്ചുകൂടെ ഉറച്ചു വിളിക്കടാ ശേരൻ തമ്പി കിടുങ്ങട്ടെ തമ്പി അണ്ണന്റെ പിന്നാലെ ലക്ഷം പിന്നാലെ വണ്ടി എടുക്ക് ശേഖരൻ തമ്പി അങ്ങനെ എണ്ണാമെങ്കിൽ എണ്ണിക്കോ നാളെ കള്ളം പറയരുത് നമ്മുടെ പൊന്നോമന തമ്പി അണ്ണൻ കീ വീരശൂര പരാക്രമി കീ. പ്രിയമുള്ളവരെ വടിമാറ്റ് ഘോഷയാത്രയോടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും സമാധാനപരമായി പിരിഞ്ഞു പോകണം. ഇനിയും ഇത്തരം അത്ഭുതങ്ങൾ ആവർത്തിക്കും. വടി ഞങ്ങൾ കേറുന്നില്ല. പിടി. ഈ ഭവനം ധന്യമായി. വരൂ ജേതാവേ വരൂ. മാതൃതർപ്പണം. അയ്യോ ഇതെന്താ ഇത്? എന്റെ കുഞ്ഞിന് ഇതെന്ത് പറ്റി? ബ്രഹ്മചര്യം മൂത്ത് സന്യാസി ആയതായിരിക്കും. ജനലക്ഷങ്ങളുടെ പിന്തുണ ഏറ്റുവാങ്ങിക്കൊണ്ട് പുത്തമ്പുരയ്ക്കൽ അനന്തൻ തമ്പിയുടെ ഐതിഹാസികമായ രഥയാത്ര ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ആര്യങ്കാവ് നെഹ്റു സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ കമ്പടി മത്സരത്തിൽ അതികായനായ ചെങ്കോട്ട വെങ്കിട്ടത്തേവരെ കമ്പടിച്ച് കമ്പിയാക്കിയ തമ്പിയണ്ണൻ സാഹസിക ശിരോമണി പട്ടം നേടി വന്നിരിക്കുകയാണ്. അന്തം വിട്ട് നോക്കിക്കാതെ സ്വീകരിച്ച് ആനയിക്കു അച്ഛാ. ഇവിടെ വന്നത് വെറും തുച്ഛം. അച്ഛൻ ആര്യങ്കാവ് മൈതാനം ഒന്ന് കാണണമായിരുന്നു. നാളെ പത്രത്തിൽ വാർത്തയും ഫോട്ടോയും വരും. അപ്പൊ കാണാം. സമ്മാനങ്ങൾ കാണിച്ചു കൊടുക്കളയാ. മാണിക്യം ഫുട്വേഴ്സിന്റെ വക ഒരു ജോഡി സ്ലിപ്പർ. മാന്യന്മാരാ എറിയാതെ പൊതിഞ്ഞു കൊടുത്തു. ചെങ്കോട്ട ജൗളി വക 2 ബനിയനും 2 കറുത്ത ചട്ടിയും. കണ്ണോ വേണ്ട, അകത്തിടുന്നൊന്നും പുറത്ത് കാണിക്കണ്ട. ട്രോഫി എടുത്ത് കാണിച്ചു കൊടുക്കളയാ. നെഹ്റു സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് വക ഒരു എവർ റോളിംഗ് ട്രോഫി. സ്വീകരിക്കച്ചാ. ഗംഭീരം. ഇതെങ്ങനെ ഇവിടം വരെ താങ്ങി പിടിച്ചു കൊണ്ടുപോകും? എന്താ ഇത്? നാണമില്ലല്ലോടാ മുക്കാച്ചക്കരത്തിന്റെ കപ്പും കോപ്പും കൊണ്ട് വന്നിരിക്കുന്നു. അച്ഛാ അഭിനന്ദിച്ചില്ലെങ്കിൽ വേണ്ട, പുച്ഛിക്കരുത്. സമ്മാനത്തിന്റെ വലിപ്പത്തിലല്ല മഹത്വത്തിലാണ് കാര്യം. ഈ പഞ്ചായത്തിലെ ആരാധകർ എന്നെ ആർപ്പ് വിളിയോടെയാണ് സ്വീകരിച്ചത്, അറിയോ? അംഗം ജയിച്ചു വന്ന ഈ ആരോമൽ ഉണ്ണിയെ അമ്മയെങ്കിലും ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കും. സ്വീകരിക്കാം. ഇതുപോലൊരു മാലയിട്ട് ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരട്ടെ. അക്കാര്യം മാത്രം പറയുന്നത് പല ആളെയും പറഞ്ഞിട്ടുള്ളതല്ലേ. സ്വാമി വിവേകാനന്ദൻ ആരാണെന്ന് അറിയാവോ നിനക്ക്? ആ പേര് പറയാനുള്ള യോഗ്യത ഉണ്ടോ നിനക്ക്? ഓരോ കോമാളി വേഷവും കെട്ടി വന്നിരിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ. ഉള്ളു നൊന്താ ഇവള് പറയുന്നത്. ഇവന് വേണ്ടി ഓരോ പെൺപിള്ളാരെ മനസ്സിൽ കണ്ട് നോമ്പ് തോറ്റിരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയെന്ന് അറിയോ? ആ ടീച്ചറിന്റെ മോളെ വരുമ്പോളായിട്ട് കിട്ടാൻ നിന്റെ അമ്മ എത്ര വഴിപാടുകൾ നടത്തിയെന്ന് അറിയോ? എന്തിനാ അമ്മേ വല്ല പെൺപിള്ളാർക്കും വേണ്ടി വഴിപാട് കഴിക്കുന്നത്? എനിക്ക് വിഷമമുണ്ടടാ, അതുകൊണ്ടാ. ഇപ്പൊ തന്നെ അവളെ പെണ്ണ് കാണാൻ നാളെ ആരോ വരുന്നുണ്ട്. വന്നോട്ടെ. ആരെ കാണാനാ? ഗംഗയെ. ആഞ്ജനേയ. അളിയാ എന്തിനാ ഞെട്ടിയത്? ഞാൻ ഞെട്ടിയില്ല. ശരിയാ, ഗംഗയെ പെണ്ണ് കാണാൻ ആള് വരുന്നു എന്ന് പറഞ്ഞപ്പോ അവനൊന്നും ഞെട്ടിയോ? ഇത്രേ ഉള്ളോ? അളിയന്റെ ഞെട്ടല് കണ്ടപ്പോ എന്റെ അണ്ടക്രാണം കത്തിപ്പോയി. ഞാൻ എന്ത് ചെയ്യും അളിയാ? ആ പെണ്ണിനെ ആരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ടുപോയി അരവിന്ദം വരുമ്പോ ഞാൻ എന്ത് പറയും? ഈ തമ്പി എന്നെ വാക്ക് ഓക്കെ അല്ല നീ നാട്ടുകാർ അറിഞ്ഞാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അളിയൻ ധൈര്യമായിട്ടിരിക്കെ. ഇത് തന്നെയല്ലേ എപ്പോഴും പറയണേ. എന്നാ ഭയപ്പെടാതിരിക്കെ. നമുക്കൊരു പൊളിറ്റിക്കൽ തന്ത്രം പ്രയോഗിക്കാം. എന്ത് തന്ത്രം? വഴിതടയൽ തന്ത്രം. എങ്ങോട്ടാ? എന്താ കാര്യം? ഞങ്ങൾ ഇവിടെ അടുത്തൊരു പെണ്ണ് കാണാൻ വന്നതാ. വസുമതി ടീച്ചറുടെ മോളെയാണോ? അതെ. പെണ്ണിന്റെ ആൾക്കാരാണോ? അല്ലല്ല, ഞങ്ങള് ചെറുക്കന്റെ ആൾക്കാരാ. ചെറുക്കൻ ഈ തലയും വെച്ചാണോ പെണ്ണ് കാണാൻ പോകുന്നത്? ഞാൻ പയ്യന്റെ അമ്മാവനാണ്. അപ്പൊ ഇതില് പയ്യനേതാ? കുമാറേ. ഓ അതാണോ പയ്യൻ? ഞാനാ ചെറുക്കൻ. എന്താ പ്രശ്നം? ചില സാങ്കേതിക ബ്രദർ, വസുമതി ടീച്ചറിന്റെ മകളെ കാണാനോ കെട്ടാനോ ഉള്ള പൂതി അങ്ങ് മനസ്സിലിരിക്കട്ടെ. അതിന് വേറെ ചെറുക്കനുണ്ട്. അവൾ അവന് വേണ്ടി കാത്തിരിക്കണം. അങ്ങോട്ട് നോക്കൂ. വിക്രമാദിത്യ മഹാരാജാവിനെ പോലെ തേജസ്സോടെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ആ മാന്യദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ട് കാണും. പുത്തമ്പുരയ്ക്കൽ അനന്തൻ തമ്പി. അറിയോ? ഇല്ല. തമ്പിയണ്ണൻ ഇവിടെ ഉള്ളപ്പോ ഈ പഞ്ചായത്തിൽ നിന്ന് ഗംഗയെ ഒരുത്തനും കൊണ്ടുപോകില്ല. കൊണ്ടുപോകാൻ സമ്മതിക്കൂല. വണ്ടി തിരിച്ചു വിടണോ? തിരിച്ചുവിടാൻ. എന്തായാലും അവരെ കണ്ട് രണ്ടിലൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. എന്നാ നീയും അനിയ നീ വേറൊരു പെണ്ണെ കണ്ടുപിടിക്കും. അതിലെന്തെങ്കിലും എതിർപ്പുണ്ടായാൽ ഈ തമ്പിയണ്ണെ വന്ന് കാണാൻ ഈ തമ്പിയണ്ണെ നടത്തി തരാം. ഇത് ഏതായാലും നടക്കൂല. ചെല്ലേ
തമ്പി അണ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഓക്കെ. വണ്ടി തിരിച്ചിട്ടോ അയ്യോ ഞാനിതൊന്നും അറിഞ്ഞല്ലേ. അയ്യോ ടീച്ചർ എങ്ങനെ അറിഞ്ഞാലോ? എങ്ങനെ അറിയാനാ? ഈച്ചയും പൂച്ചയും അറിയാതെയല്ലേ പെണ്ണ് കാണാൻ വന്നവരെ നമ്മൾ പറഞ്ഞു വിട്ടത്. ഈച്ചയുടെയും പൂച്ചയുടെയും കാര്യം ഓക്കെ, ടീച്ചർ അറിഞ്ഞാലോ എന്നാണ് ചോദിച്ചത്. അറിഞ്ഞാലെന്താ? നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല, കലക്കിയിട്ടില്ല. നീ വല്ലതും കേറി പറഞ്ഞ സംഗതി രായപ്പാ. എന്ത് പണിയാടാ ഈ കാണിച്ചത്? സോറി, കൈയൊന്ന് പാളി. എന്റെ കൈ ഇപ്പൊ പാളും. രായപ്പാ പോകാൻ വരട്ടെ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. അതെ, ഞങ്ങള് കുറച്ച് ബിസിയാ. ഉടനെ കൊടുക്കാനുള്ള കണക്ഷന് കുറച്ച് സാധനങ്ങൾ എടുക്കാം. ഇങ്ങോട്ട് വരാൻ എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ഞങ്ങൾക്കൊന്നും അറിയില്ല ടീച്ചറെ. നാട്ടില് പലരും പെണ്ണ് കാണാൻ വരും പോവും. അതൊക്കെ മുടക്കാനും തടുക്കാനും ഞങ്ങൾക്ക് എന്താ കാര്യം? മാത്രമല്ല തമ്പി എന്ന് അറിഞ്ഞ അതിന് സമ്മതിക്കോ? പുള്ളിക്കാരൻ വളരെ ഡീസന്റ് അല്ലേ? അല്ലേടെ? അതിന് ടീച്ചർ ഒന്നും ചോദിച്ചില്ലല്ലോ. ഇങ്ങ് വരാൻ. എന്താ ഞാൻ ഈ കേട്ടതൊക്കെ? ഞാൻ കേട്ടില്ലല്ലോ. പാലുകാരൻ പാപ്പച്ചൻ വന്ന് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പം മനസ്സിലായി, എന്റെ മോൾക്ക് ആരോടോ പ്രേമമുണ്ടെന്നും അയാൾക്ക് വേണ്ടി അവള് കാത്തിരിക്കുകയാണെന്നൊക്കെ അനന്തൻ അവരോട് പറഞ്ഞു എന്ന് കേട്ടു. അനന്തൻ എങ്ങനെ പറഞ്ഞു എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കണില്ല. എന്താ ഉണ്ടായേ? സത്യം പറ. എന്താ ഒന്നും മിണ്ടാത്തെ? നമ്മളെന്തിനാ ഇനി മറച്ചു വെക്കുന്നത്? ഉള്ള സത്യം മുഴുവൻ അങ്ങ് തുറന്നു പറ. അത് പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ് മടങ്ങി വരുന്നവരെ ഗംഗ ആരും കൊണ്ടുപോയിരിക്കാൻ വേണ്ടി തമ്പിയണ്ണൻ ചെയ്തതാ. ട്രെയിനിങ്ങോ? അതെ, തമ്പിയണ്ണൻ കൊടുത്ത വാക്കല്ലേ. തമ്പിയണ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഓക്കെയാണ്. അത് ടീച്ചർക്ക് അറിയാലോ. ഗംഗ ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടി കുറച്ച് കാത്തിരുന്നൂടെ എന്ന് പറഞ്ഞ അനന്തൻ എന്റെ മോളോട്. അതെ, തമ്പിയണ്ണന് ഗംഗയെ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയും എന്നെ കൊണ്ട് മറച്ചു വെക്കാൻ പറ്റില്ല ടീച്ചർ. തമ്പിയണ്ണന് ഒരു ട്രെയിനിങ് ഉണ്ട്. ഈ കളരി അല്ല, ബോഡി ബിൽഡിംഗ് അല്ല, മസിൽ പെരുപ്പിക്കുന്നതിന്റെ മത്സരം. അതിലേക്ക് 1 വർഷത്തെ ട്രെയിനിങ്. അത് കഴിയുന്നത് വരെ ഈ വിവരം ആരോടും പറയരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു. പക്ഷെ അറിയാതെ ഞാനങ്ങ് പറഞ്ഞുപോയി. കുഴപ്പമുണ്ടോ? ഈശ്വര, സത്യാണോ ഞാൻ ഈ കേക്കണേ? ഞാൻ എന്തിനാ നുണ പറയണേ? എന്നാലും ടീച്ചർ ഇത് അറിയേണ്ടതല്ലേ? അല്ലേ? എന്തിനാ ഇത് മറച്ചു വെച്ചത്? അല്ല, അത് നേരത്തെ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അവളെ കാണാൻ ഞാൻ ആരും വിളിച്ചു വരുത്തില്ലായിരുന്നു. അനന്തന് വേണ്ടി എത്ര നാള് വേണമെങ്കിലും കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാ. ഇത് ഞങ്ങളുടെ ഭാഗ്യല്ലേ? അതെ, ഞാൻ പറഞ്ഞില്ലേ ടീച്ചർ സമ്മതിക്കുന്നു. തമ്പിയണ്ണം നിന്നെ കൊല്ലും. ഏതായാലും ഇപ്പൊ ഈ വിവരം ടീച്ചർ തമ്പി എന്നോട് ചോദിക്കണ്ട, നാണം വരും. സത്യാണോടി നീ പറയണത്? അതെ അമ്മേ, വസുമതി ടീച്ചർക്ക് എന്നോട് കള്ളം പറയേണ്ട കാര്യമുണ്ടോ? ഭഗവാനെ, ഞാൻ നടത്തിയ സ്വയംവര പുഷ്പാഞ്ജലിക്ക് നീ ഫലം തന്നല്ലോ. കുറച്ചു നേരമായല്ലോ അമ്മയും മോളും കൂട്ടൊരു കിന്നാരം പറച്ചില്. എന്താ എന്നോടും കൂടെ പറ. നിങ്ങളിത് കേട്ടോ? എന്ത്? അനന്തന് ഗംഗ ഇഷ്ടാണെന്ന്. ആദ്യച്ചാ അവന് ഗംഗയെ ഇഷ്ടാണെന്നും തൽക്കാലം ആരോടും പറയണ്ട, സമയമാവുമ്പോ എല്ലാരും അറിയിച്ചോളാന്നും രായപ്പനെ വിട്ട് പറഞ്ഞൂന്ന് വസുമതി ടീച്ചറോട്. പൂച്ച സന്യാസി വെറുതെ അല്ല ആ ഗംഗയെ പെണ്ണ് കാണാൻ ആള് വരുന്നു എന്നറിഞ്ഞപ്പോ അവൻ ഞെട്ടിയത്. ഇനി അവനെ അങ്ങനെ വെറുതെ വിട്ട പറ്റില്ല. വാ, എന്റെ മുറി കയറരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ മുഖം കാണുമ്പോ എനിക്കാകെ തരിച്ചു വരിക. എനിക്കിത്തിരി സൗന്ദര്യം കൂടി പോയത് എന്റെ കുഴപ്പാ. കൈയെടുക്കടി. എടീ, എന്റെ ദേഹത്തൊന്ന് കൈയെടുക്കടി. ഒരു സുന്ദരി കോത. ഞെളിയല്ലേ ഞെളിയല്ലേ? പോ. വെറുതെ പറയല്ലേ, എന്നോട് ലവ് എനിക്കറിയാം. കള്ള കൃഷ്ണ, ഇതെന്നു തുടങ്ങി? വേണ്ട വേണ്ട, ഇനി വിളിക്കണ്ട. അവളോട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോട് പറയായിരുന്നില്ല. അവൾ എന്റെ മുറി കയറി ഞാൻ ചീത്ത പറഞ്ഞ് ഓടിക്കായിരുന്നു. ആരുടെ കാര്യം നീ പറയണേ? അനുഷയുടെ കാര്യല്ലേ ചോദിച്ചു? അല്ല, ഗംഗയുടെ കാര്യമാണ് ഞങ്ങള് പറഞ്ഞത്. ഏത് ഗംഗ? ആകാശഗംഗ. ഇങ്ങനൊരു പേര് നീ കേട്ടിട്ടേ ഇല്ല? എനിക്കറിയാവുന്ന ഒരേ ഒരു ഗംഗയേ ഉള്ളൂ, പുണ്യനദി ഗംഗ. അയ്യോ പാവം. ഉരുളണ്ട, എല്ലാം ഞങ്ങൾ അറിഞ്ഞു. എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പറ മോളെ പറ. വസുമതി ടീച്ചറുടെ മോളെ നിനക്ക് ഇഷ്ടാണെങ്കിൽ അത് അച്ഛനോട് അമ്മയോട് പറഞ്ഞൂടെ? അതെ, അങ്ങനെയാണെങ്കിൽ അന്തസ്സായിട്ട് ഞങ്ങൾ പോയി പെണ്ണ് ചോദിക്കൂലേ? പെണ്ണ് ചോദിക്കാൻ ആർക്ക്? ഒരു ബ്രഹ്മചാരിയോട്. ഇനി കിടന്ന് പൊട്ടം കളിച്ചാലുണ്ടല്ലോ ഒരു ഒറ്റ വീക്ക് വെച്ചിരുന്നത്. നിനക്ക് അവളെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ അവളെ കാണാൻ വന്ന ചെറുക്കനെയും കൂട്ടരെ തടഞ്ഞു നിർത്തി പറഞ്ഞയച്ചു? എടാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ രായപ്പനെ പോലുള്ള കോന്തന്മാരെ അല്ല അയക്കേണ്ടത്.
രായപ്പനെ എവിടെ ആരയച്ചു? ഗംഗയെ നിനക്ക് ഇഷ്ടാണെന്നും കല്യാണം നടത്താൻ ഇത്തിരി കാത്തിരിക്കണം എന്നൊക്കെ വസുമതി ടീച്ചറോട് പറയാൻ നീ രായപ്പനെ വിട്ടില്ല. ആര് പറഞ്ഞു? വസുമതി ടീച്ചർ എല്ലാം പറഞ്ഞു. രായപ്പൻ അങ്ങനെ പറഞ്ഞു എന്ന് വസുമതി ടീച്ചർ പറഞ്ഞോ? പിന്നെ പറയാതെ. രായപ്പ ആ ടീച്ചറുടെ മോളോട് എനിക്ക് പ്രേമാണെന്നും കല്യാണം കഴിക്കാൻ കാത്തിരിക്കുകയാണെന്നും നീ പറഞ്ഞ ഇങ്ങനെ പിടിച്ച എങ്ങനെ പറയും? പൊക്കി ഞെക്കി കൊല്ലാതളിയാ. താഴെ ഇറക്കാവും പറയട്ടെ. തമ്പിയണ്ണ അരവിന്ദന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി പറഞ്ഞതാ. അതിന് അവളോട് എനിക്ക് പ്രേമാണെന്ന് എന്തിനാ പറഞ്ഞേ? അതാ കല്യാണക്കാരെ തിരിച്ചയച്ചു എന്നറിഞ്ഞ് ടീച്ചർ ചോദിച്ചപ്പോ ഞാനോട് പറഞ്ഞതല്ല, അവര് തെറ്റിദ്ധാരണ ഇപ്പൊ തന്നെ മാറ്റം. പോളിയാ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഭാഗ്യത്തിന് നമുക്കൊരു കല്യാണാലോചന മുടക്കാൻ പറ്റി. നാളെ വേറൊരു പാർട്ടി വന്നെന്നിരിക്കും. എപ്പോഴും ഇതേപോലെ തടയാൻ പറ്റുമോ? ഇതിപ്പോ തമ്പിയണ്ണന് വേണ്ടിയാണെന്ന് കരുതി എത്ര നാൾ വേണമെങ്കിലും അവര് കാത്തിരിക്കും. ട്രെയിനിങ് കഴിഞ്ഞ് അരവിന്ദൻ മടങ്ങി വരുമ്പോ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് നമുക്ക് അവരുടെ കല്യാണം നടത്തിയാ പോരെ. അപ്പോ അണ്ണൻ കൊടുത്ത വാക്ക് ഓക്കെ ആവുകയും ചെയ്യും. എന്താ കുഴപ്പമുണ്ടോ? കുഴപ്പം ഇല്ല. തൽക്കാലം ഈ വ്യാജരേഖ ഇങ്ങനെ തന്നെ ഇരിക്കണേ. പക്ഷെ എല്ലാ വിവരങ്ങളും കാണിച്ച് അരവിന്ദനൊരു കത്ത് എഴുതണം. ബാക്കി കാര്യങ്ങൾ ഞാൻ ജില്ലാ കൺവെൻഷൻ കഴിഞ്ഞ് വന്നിട്ട് തീരുമാനിക്കാൻ ഒന്നുമില്ല കയ്യിൽ. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ജന്മത്ത് ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതിയതല്ല. പക്ഷേ ഗംഗയെ കാണാനൊരു പയ്യൻ വരണമെന്ന് കേട്ടപ്പോ അവൻ ഞെട്ടിയ ഒരു ഞെട്ടലുണ്ട്. അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ബ്രഹ്മചാരിയുടെ മനസ്സിന് ചാഞ്ചല്യം വന്നിട്ടുണ്ട്. ഇല്ലടോ? ഗംഗ ആദ്യം കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ തോന്നി ഇവൾ എന്റെ മരുമകളായിട്ട് വരുമെന്ന്. എന്റെ പ്രാർത്ഥന കേട്ട് ഈശ്വരനാ ഇവളെ ഇവിടെ കൊണ്ടെത്തിച്ചത്. സത്യത്തെ പാലക്കാട് വിട്ടു പോരാൻ എനിക്ക് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. ഇപ്പൊ തോന്നണു ഒക്കെ ഒരു നിമിത്തായിരുന്നു എന്ന്. ഇല്ലേച്ചാ, എന്റെ കുട്ടിക്ക് ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടാവുമായിരുന്നു. ആദ്യം കേട്ടപ്പോ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ വിശ്വസിക്കാമല്ലോ. വിവരം അറിഞ്ഞ് ഞങ്ങൾ ചോദിച്ചപ്പോ അവൻ ആകെ ചമ്മി. രായപ്പനെ തേടി ഓടിയിരിക്കുക. ഇനി ഒട്ടും താമസിപ്പിക്കണ്ടെന്ന് വെച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെടുകയും ചെയ്തു. സന്തോഷായി. എങ്കിലും ഉള്ളിലൊരു പിടച്ചിലുണ്ട്. ഒന്നും തോന്നരുത്. പറയുമ്പോ എല്ലാം പറയണല്ലോ. നാട്ടില് കുറച്ച് സ്ഥലമുണ്ട്. അത് ഏട്ടനുമായിട്ടൊരു കേസിലാ. അനുകൂലായിട്ട് വിധി ഉണ്ടാവുമെന്നാ വക്കീല് പറഞ്ഞേ. ഇവരെ മൂന്നാളെയും പറഞ്ഞയക്കാനുള്ള വഴി അതിലാ ഞാൻ കണ്ടിരിക്കണേ. അതുകൊണ്ട് അയ്യോ എന്റെ വസുമതി അമ്മേ, പൊന്നും പണമൊന്നും അല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഈശ്വരാനുഗ്രഹം കൊണ്ടും കാരണവന്മാരുടെ പുണ്യം കൊണ്ടും പുത്തമ്പറയ്ക്ക തറവാട്ടിന് അതിനൊരു പഞ്ഞവും ഇല്ല. ദേ, ഈ മഹാലക്ഷ്മിയെ ഇങ്ങനെ ഇങ്ങോട്ട് തന്നാ മതി, വേറൊന്നും വേണ്ട. ഇപ്പൊ തന്നെ കൊണ്ടുപോകാനും ഞങ്ങൾ തയ്യാറാണ് കേട്ടോ.